നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ ഈ ഇന്ത്യയുടെ ബാക്ക്ബോണായിട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക്ബോണായിട്ട് കരുതാം. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മോഡേണൈസിങ് അഗ്രികൾച്ചറിന് മാത്രമല്ല സഹായിക്കുന്നത്. നമ്മുടെ അഗ്രികൾച്ചറാണ് നമ്മുടെ കൺട്രിയുടെ പ്രധാന എക്കോണമി. അതേപോലെ തന്നെ നമ്മുടെ ഈ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ അധ്വാനം റിഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിന് മാത്രമല്ല ജനങ്ങൾ വർക്ക് ചെയ്യുക, അതിന് പകരം സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സിലേക്ക് കൂടി ജനങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഒരു പ്രീ കണ്ടീഷനാണ്. അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനുള്ള ഒരു പ്രീ കണ്ടീഷൻ കൂടിയാണ്. പോവർട്ടി റിഡ്യൂസ് ചെയ്യാനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതാണ് അതിൻ്റെ പ്രധാന ഫിലോസഫി പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിൻ്റെ. അതേപോലെ ഈ ഇന്ത്യയിലെ ജോയിൻറ്റ് സെക്ടർ വെഞ്ചേഴ്സ്, ഗവൺമെൻറ്റും പബ്ലിക്കും ഒരുമിച്ചിട്ടുള്ള ജോയിൻറ്റ് സെക്ടർ വെഞ്ചേഴ്സിൻ്റെയും ഒരു വലിയ ബെനിഫിറ്റ് പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും കുറയ്ക്കുക എന്നുള്ളതിനാണ്. ഇറ്റ് വാസ് ഓൾസോ എയിംഡ് അറ്റ് ബ്രിങ്ങിങ് ഡൗൺ റീജിയണൽ ഡിസ്പാരിറ്റീസ്. പല സ്ഥലങ്ങൾ പല രീതിയിൽ കിടക്കുന്നുണ്ടാവും. ചില ഭാഗം ഭയങ്കര ഡെവലപ്മെൻറ്റ്, ചില ഭാഗം ഡെവലപ്മെൻറ്റ് കുറവ്. ഫോർ എക്സാമ്പിൾ ട്രൈബൽ ഏരിയയിലെ ഡെവലപ്മെൻറ്റ് കുറവ്, ബാക്ക്വേർഡ് ഏരിയസിൽ ഡെവലപ്മെൻറ്റ് കുറവ്. ആ ഒരു ഡിസ്പാരിറ്റി കുറയ്ക്കാനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സഹായിക്കണം. മറ്റൊരു പ്രധാന കാര്യം എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. നമ്മളുണ്ടാക്കിയ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു കച്ചവടം നടക്കും, അതിലൂടെ കൊമേഴ്സ് നടക്കും. അത് ഫോറിൻ മണി നമുക്ക് തരാൻ, ഫോറിൻ എക്സ്ചേഞ്ചിന് നമുക്ക് പോസിബിലിറ്റി ഉണ്ടാക്കും. Countries that transform their raw materials into wide variety of furnished goods of high value are prosperous. പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ നാച്ചുറൽ തിങ്സിനെ ഒരു ഫർണിഷ്ഡ് തിങ്സ് ആയിട്ട് മാറ്റും. വേണമെങ്കിൽ വെട്ടുകല്ല് ഉപയോഗിച്ച് ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിമയുടെ വാല്യൂ കൂടും, വെട്ടുകല്ലിനൊക്കെ വില കൂടും എന്ന രീതിയിൽ പല രീതിയിലും റോ മെറ്റീരിയൽസിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്താൽ ആ രാജ്യത്തിന് കൂടുതൽ പുരോഗതി ഉണ്ടാവും. ഇന്ത്യയുടെ പ്രോസ്പെരിറ്റി ഇങ്ങനെ ഡൈവേഴ്സിങ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നോ അത്രയും പ്രോസ്പെരിറ്റി കൂടെ സഹായിക്കും. അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഒന്നൊന്നും വേറെ കിടക്കുന്നില്ല. കാരണം ഇൻഡസ്ട്രി കൂടുമ്പോൾ അഗ്രികൾച്ചറും കൂടും, അഗ്രികൾച്ചർ കൂടുമ്പോൾ ഇൻഡസ്ട്രിയും കൂടും. ആ രീതിയിലാണ് വരിക. അതെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ കൂടുമ്പോൾ ഇൻഡസ്ട്രി കൂടുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ നമുക്ക് പല രീതിയിലും കൺവേർട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഗോതമ്പ് പൊടിയാക്കണം, മൈദ ഉണ്ടാക്കണം, പഞ്ചസാര ഉണ്ടാക്കണം. ഇതൊക്കെ ഇൻഡസ്ട്രിയിലൂടെയൊക്കെ പറ്റും. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കാൻ അതിനുള്ള ഷുഗർ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയിൽ കൊണ്ട് അഗ്രികൾച്ചറിലെ ബെനിഫിറ്റ് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നത്, അതേപോലെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നതൊക്കെ തിരിച്ച് ഇൻഡസ്ട്രി അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അഗ്രോ ഇൻഡസ്ട്രീസ് തന്നെ ഡെവലപ്പ് ചെയ്തു. കുറേ ട്രാക്ടർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. ഇറിഗേഷൻ പമ്പ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക്, PVC പൈപ്പ്സ്, മെഷീൻസ്, ടൂൾസ് ഒക്കെ ഒരു എക്സാമ്പിളാണ് ഫാർമേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആക്കാൻ ഈ ഒരു കോർപ്പറേറ്റ് സഹായിക്കുന്നുണ്ട്. In the present world of globalization, our industry needs to be more efficient and competitive. നമ്മുടെ ഈ കാലത്ത് കുറച്ചുകൂടി നന്നാവേണ്ടതുണ്ട്. കാരണം ചൈന മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രി കുറച്ച് പിന്നിലാണ്. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സെൽഫ് സഫിഷ്യൻസി അലോൺ ഈസ് നോട്ട് ഇനഫ്. സെൽഫ് സഫിഷ്യൻസി ഒക്കെ മാത്രമല്ല, നമ്മുടെ മാനുഫാക്ചറിങ് ഗുഡ്സ് മസ്റ്റ് ബി ആസ് പെർ ദ ക്വാളിറ്റി ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് തന്നെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനും ഫോറിൻ മണി കിട്ടാനും പറ്റും. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ടു നാഷണൽ എക്കോണമി, അത് നമുക്ക് നോക്കാം. ഓവർ ദ ലാസ്റ്റ് 2 decades, കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് ദ ഷെയർ ഓഫ് മാനുഫാക്ചറിങ് സെക്ടർ ഹാസ് സ്റ്റാഗ്നേറ്റഡ് അറ്റ് 17% ഓഫ് GDP. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതിൽ
out of the total 27% of the industry, which includes 10% for mining. 27% 10% mining, acquiring, electricity, gas എന്നാണ് വരുന്നത്. This is much lower in comparison to some East Asian economies. ഈസ്റ്റ് ഏഷ്യൻ എക്കണോമിക്സ് എന്ന് വെച്ചാൽ വലിയ ഡെവലപ്ഡ് കൺട്രീസ് ഒന്നുമല്ല, നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങൾ തന്നെ. പക്ഷെ അവിടെ പോലും 25-35% വരെ ഈ ഏരിയയിൽ നിന്നാണ് വരുന്നത്. The trend of growing rate is manufacturing over last decade has been found 7% per annum. ഒരു വർഷം 7%. The desired growth rate over next decade is 12% ആണ്. Since 2003 മുതൽ manufacturing is once again growing. ഇപ്പോൾ കൂടി വരുന്നുണ്ട്. at the rate of 9-10% per annum. ഇത് നല്ലൊരു കാര്യമാണ്. 2003 തൊട്ടിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഒരു ഡെവലപ്മെൻറ്റ് 9-10% വരെ ഓരോ വർഷവും കൂടി വരുന്നുണ്ട്. വിത്ത് അപ്രോപ്രിയേറ്റ് പോളിസി ഇൻ്റർവെൻഷൻ ബൈ ദ ഗവൺമെൻറ്, ദ റിന്യൂവഡ് എഫേർട്ട് ബൈ ദ ഇൻഡസ്ട്രി ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, എക്കണോമിക്സ് പ്രിഡിക്ട്സ് ദാറ്റ് മാനുഫാക്ചറിങ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ടാർഗറ്റ് ഓവർ നെക്സ്റ്റ് ഡേറ്റ്. അടുത്ത ദശകമാകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഒരു വളർച്ചയിലേക്ക് എത്താൻ പറ്റും. കാരണം ഗവൺമെൻറ്റും അതേപോലെ ഇൻഡസ്ട്രിയുടെ ഒരു പ്ലാൻഡ് ഇഫക്റ്റും കൂടിയിട്ടായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റേറ്റീവ് കൗൺസിൽ NMCC, നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റേറ്റീവ്നെസ് കൗൺസിൽ ഹാസ് ബീൻ സെറ്റപ്പ് വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്. അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണത്. ഇനി ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് നോക്കാം. ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് കോംപ്ലക്സ് ഇൻ നാച്ചർ എന്ന് പറയാൻ കാരണം ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ആ ഇൻഡസ്ട്രി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അവിടെ റോ മെറ്റീരിയൽ ഉണ്ടാവണം, ജീവനക്കാരെ ലേബർ കിട്ടണം, ആ പൈസ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം, ഇലക്ട്രിസിറ്റി ഉണ്ടാവണം, പിന്നെ മാർക്കറ്റ് ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഡസ്ട്രിയെ അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലുമായിട്ട് ഇൻഡസ്ട്രി കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല, ഈ അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. ദെൻ ഇതിൽ പറയാത്ത നോടിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇൻഡസ്ട്രി വയ്ക്കുന്ന സ്ഥലത്ത് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം. ഇറ്റ് ഈസ് റെയർലി പോസിബിൾ ടു ഫൈൻഡ് ദീസ് ഫാക്ടേഴ്സ് അവൈലബിൾ അറ്റ് വൺ പ്ലേസ്. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കിട്ടൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൺസിക്വൻ്റ്ലി മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ടെൻസ് ടു ലൊക്കേറ്റ് അറ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ് വെയർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ഐദർ അവൈലബിൾ ഓർ ക്യാൻ ബി അറേഞ്ച്ഡ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇതിൽ എവിടെ വയ്ക്കുക, ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് വയ്ക്കും, അല്ലെങ്കിൽ എവിടെയാണോ ഏറ്റവും ചെറിയ പൈസയ്ക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ കൊണ്ടുവയ്ക്കും. After an industrial activity starts, urbanization follows. ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പതുക്കെ അർബനൈസേഷൻ തുടങ്ങും. കാരണം അവിടെ അടുത്ത ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് വരും, അവിടെ കടകൾ ഷോപ്സ് വരും, അവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരും. അങ്ങനെ ആ റൂറൽ ഏരിയ മാറിയിട്ട് അതൊരു അർബൻ ഏരിയ ആയിട്ട് മാറും. സംടൈംസ് ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഓർ നിയർ ദ സിറ്റീസ്. ചിലപ്പോൾ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡസ്ട്രി ഉണ്ടാവാറുണ്ട്. ദസ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതിന് അർത്ഥം ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷൻ ടൗൺ ആയിട്ട് മാറും. ഒരു റൂറൽ ഏരിയ കുറേ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് ടൗണായിട്ട് മാറുന്ന ആ പ്രോസസ്സ് ഒരുമിച്ചാണ് ഇപ്പോൾ. സിറ്റീസ് പ്രൊവൈഡ് മാർക്കറ്റ്സ്, അപ്പോൾ മാർക്കറ്റ് അടുത്താണ്. അതുപോലെ സർവീസ് ലൈക്ക് ബാങ്കിങ് അടുത്തുണ്ടാവും, ഇൻഷുറൻസ് കിട്ടും, ട്രാൻസ്പോർട്ട് സൗകര്യം ഉണ്ടാവും, ജീവനക്കാരെ കിട്ടും, കൺസൾട്ടൻസിനെ കിട്ടും, ഫിനാൻഷ്യൽ അഡ്വൈസസ് കിട്ടും. ഇതെല്ലാം ഒരു സിറ്റിയുടെ ഉള്ളിലാണ് കിട്ടാൻ എളുപ്പമാണ്. കുറേ റിമോട്ട് ഏരിയയിൽ വെച്ചാൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മെനി ഇൻഡസ്ട്രീസ് tend to come together to make use of advantages offered by urban centers known as agglomeration economies. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ഇൻഡസ്ട്രീസ് ടുഗദർ ആയിട്ടൊരു ഏരിയയിൽ തന്നെ അക്ലിമാറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. ആ അഗ്ലോമറേഷൻ എക്കണോമീസ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കാക്കനാട് എറണാകുളത്ത് ആലുവ ഏലൂർ ഏരിയയൊക്കെ അതേപോലെ ഒരുപാട് ഇൻഡസ്ട്രീസ് അവിടെ അടുപ്പിച്ച് HMT, FACT തുടങ്ങിയ പല കമ്പനികളും അവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കുറേ ഡെവലപ്മെൻറ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ മറ്റേ ഇൻഡസ്ട്രിക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, വലിയ കണ്ടെയ്നറുകൾ വരാനുള്ള ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ അത് മറ്റ് ഇൻഡസ്ട്രിക്കും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു പോളിസിയാണ് അഗ്ലോമറേഷൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഗ്രാജുവലി ലാർജ് ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ ടേക്സ് പ്ലേസ്. പിന്നെ വലിയ
ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ പിന്നീട് നടക്കും. ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് മോസ്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് വർ ലൊക്കേറ്റഡ് ഇൻ പ്ലേസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഓവർസീസ് ട്രേഡ് സച്ചസ് മുംബൈ, കൽക്കത്ത, ചെന്നൈ. ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും പണ്ട് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇൻഡസ്ട്രീസ് വന്നത്. അതുകൊണ്ട് തന്നെ ആ ടൗണുകളൊക്കെ പെട്ടെന്ന് ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടായി. കോൺസിക്വൻ്റ്ലി ദേ എമർജ്ഡ് സർട്ടൻ പോക്കറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് അർബൻ സെൻറ്റേഴ്സ് സറൗണ്ടഡ് ബൈ ഹ്യൂജ് അഗ്രികൾച്ചറൽ റൂറൽ ഹിൻഡർലാൻഡ്സ് എന്ന് വെച്ചാൽ അപ്പോൾ ചെന്നൈ എന്ന് പറയുന്നൊരു ടൗണും ആ ടൗണിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻഡസ്ട്രീസും ആ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ ടൗണും ഭയങ്കര കൺജസ്റ്റഡ്. പക്ഷേ അതിൻ്റെ ചുറ്റും ഒരുപാട് അഗ്രികൾച്ചറൽ റൂറൽ ലാൻഡുകളുണ്ട്. അതാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇൻഡസ്ട്രിയും മാർക്കറ്റും തമ്മിലുള്ള ഒരു ലിങ്കേജ് പറയാം. ഇൻഡസ്ട്രി മാർക്കറ്റ് ലിങ്കേജ്. ഈ ഒരു ചിത്രം നോക്കാം. ഇവിടെ ഇൻപുട്ട് എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽസ് വേണം, കമ്പോണൻ്റ് പാർട്സ് വേണം, ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ വേണം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രിനർ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വേണം. അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് ഫാക്ടറിയിലേക്ക് എത്തിക്കണം, അവിടെ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവണം, പിന്നെ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം, മാർക്കറ്റിലേക്ക് എത്തിക്കണം, ആ മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കണം, ആ പൈസ തിരിച്ച് പിന്നെ ഇൻപുട്ട് ഉണ്ടാക്കണം. ഒരു ഉദാഹരണം പറയാം. ഇത് ഷുഗർ കെയിൻ ഒരു ഇൻഡസ്ട്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മണ്ണ്, ചാണകം, വളം, പിന്നെ ഈ കരിമ്പിൻ്റെ നടാനുള്ള മെറ്റീരിയൽ, നടീൽ വസ്തുക്കൾ, ഇതൊക്കെയാണ് റോ മെറ്റീരിയൽ. ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഒരുപാട് കരിമ്പുണ്ടായി. പിന്നെയും വേണം കുറേ സാധനങ്ങൾ. കരിമ്പ് കട്ട് ചെയ്യാനുള്ള മെഷീൻ വേണം, അതിനെ ലോറിയിൽ കെട്ടാനുള്ള കയറൊക്കെ വേണം, ഒരുപാട് മനുഷ്യാധ്വാനം വേണം, അത് കൃഷി ചെയ്യാനുള്ള സ്ഥലം വേണം, അതിനൊരുപാട് ചിലപ്പോൾ പൈസ വേണം, ആ കൃഷി നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണം. ഇത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഷുഗർ കെയിൻ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഷുഗർ കെയിൻ ഫാക്ടറിയിൽ നിന്ന് അത് പഞ്ചസാരയായിട്ട് മാറ്റും. പഞ്ചസാര ട്രാൻസ്പോർട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. മാർക്കറ്റിൽ നിന്ന് അത് കച്ചവടം ചെയ്ത് പൈസയാക്കുന്നു. പൈസ പിന്നെയും ഈ കരിമ്പ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഇൻഡസ്ട്രി മാർക്കറ്റ് ലിങ്കേജിൻ്റെ ഒരു പ്രധാന സൈക്കിൾ. ദ കീ ഡിസിഷൻ ഓഫ് ഫാക്ടറി ലൊക്കേഷൻ ഇസ് ദ ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി എവിടെയായിരിക്കണം? കരിമ്പും തോട്ടങ്ങളുടെ അടുത്തായിട്ടാണ് ഈ ഫാക്ടറി എങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ലേബർ ഓൾസോ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഗവൺമെൻറ് പോളിസി ഉണ്ടാവും ഏത് ഏരിയയിലാണ് ഇൻഡസ്ട്രി വയ്ക്കാൻ പറ്റുന്നത്. അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വയല നികത്തിയിട്ട് ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് പോളിസി അവിടെ പ്രധാന ഘടകമായിട്ട് വരും. ദെൻ ഐഡിയൽ ലൊക്കേഷൻ ഓഫ് എൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി കൊടുക്കാൻ ഈ 4 എലമെൻറ്റ് പ്രധാനമാണ്. ഈ ഫിഗർ 6.2 നോക്കുക. അതിലെന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് റോ മെറ്റീരിയൽ സൈറ്റ്, അത് ഒരു ഘടകമാണ്, ഇത് കുറയണം. കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഉണ്ടാക്കിയ പഞ്ചസാര വിതരണം ചെയ്യാനുള്ള വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ചിലവും കുറയണം. ഡിസിഷൻ ടു ലൊക്കേറ്റ് ഫാക്ടറി അറ്റ് സൈറ്റ്, ഫാക്ടറി പണിയാനുള്ള സ്ഥലം ഉണ്ടാവണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് സൈറ്റ്, ഈ പ്രൊഡക്ഷനുള്ള ചിലവും കുറവായിരിക്കണം. ഈ 4 എലമെൻറ്റുകളൂടി തീരുമാനിച്ചിട്ടാണ് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് എൻ ഇൻഡസ്ട്രി തീരുമാനിക്കുന്നത്. അടുത്ത പേജ് നമുക്ക് വേറൊരു ഫയലായിട്ട് ചെയ്യാം.